അല്ല കേക്കണേ കേട്ടോടെ ഹലോ സാറേ സാറേ ഞാനാ വിളിച്ചേ. നിനക്കൊരു സിറ്റുവേഷനിൽ ഇടപെടേണ്ട ഒരു അവസരം എയർപോർട്ടിൽ ആരോ നിൽക്കുന്നത്. ஹலோ மீசா அங்கிள் யார் இது? ഹലോ അല്ല ഹലോ ഹലോ കേക്കണേ കേട്ടോടെ അളിയാ മോനെ എടാ നായിന്റെ മോനെ നീ എവിടെ എന്താളിയാ സർപ്രൈസ് ആയി പോയോ സർപ്രൈസ് ആയോ നീ ഇതെവിടെ നിന്നേ? അളിയാ ഞാൻ വരാണ്ടിരിക്കോ ഏത് അളിയത് എവിടെ ആയിരുന്നു ഇത്ര നാള്? അളിയ കേട്ട എയർപോർട്ടിൽ നിന്ന് വന്നിട്ടില്ലേ ഞാൻ ഇപ്പൊ ഇറങ്ങിയേ ഉള്ളു. ഏത് அப்பா யாரு பாரு? എടാ നിന്റെ അപ്പന്റെ അപ്പായി നിന്റെ അച്ഛന്റെ അച്ഛൻ. தாத்தா ஆசீர்வாதம் பண்ணுங்க தாத்தா. നിന്റെ എന്തൊരു ആര് அப்பாவோட அப்பா മോനാ കഴിവില്ലാത്തൊരു മോൻ ഉണ്ടായില്ലേ? ആ നീ നിനക്കില്ലല്ലോ ഇത്ര നാളെ Adopted. വേറെ എന്റെ കഴിവ് നീ സ്വന്തം. ഇത്ര നാളെ നിനക്കൊരു പെണ്ണൂരില്ലല്ലോ അളിയാ. എനിക്കൊരു പെണ്ണെങ്കിലും ഉണ്ടളിയാ. എവിടെയായിരുന്നു? അളിയ നിന്റെ കുറച്ച് പെട്ടി അടക്കുമായിരുന്നു. അളിയ നീ ജോലിയായിരുന്നു. അളിയ ഇതിപ്പം സംഭവം സ്ലോട്ട് ഒന്നും ഇല്ല. തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റി വിട്ടാ. അല്ല ഞാൻ പറഞ്ഞ ഒരു യൂസ്ലെസ് ഒരു പെല്ല അതിന്റെ തൊണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പെണ്ണും ഇല്ല 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 അത് അണ്ണുന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കില്ല. അണ്ണു ഇവിടെ ഇപ്പൊ വന്നിരിക്കണാണ്. അപ്പൊ ആക്ക് എല്ലാരും ഇപ്പൊ തിരിച്ചു വരിക. അണ്ണു ഇവിടെ കിടന്ന് വിലസ് വാങ്ങ്. നിങ്ങളപ്പോ ഒരു ഗ്യാങ് ആയി. നീ ഇനി മെന്നി എണ്ണം കൂടി വന്നാ മതി. നിങ്ങൾ എന്നാ ഒരു ഗ്യാങ് ആവും. സെപ്പറേറ്റ് ഗ്യാങ് ആക്കാം നിങ്ങളെ. ഗസ്റ്റ് റോൾ ആണോ കുറച്ചാൾ കാണുമോ നീ ഇവിടെ? ചന്ദ്ര ഒരാള് മരിച്ചില്ലേ മറ്റേ പൂച്ചയുള്ള ആള്? അത് മരിച്ച് പിത്തർജി മരിച്ച്. അല്ല പിത്തർജിക്ക് തിരിച്ചു വരവില്ല. തിരിച്ചു വന്നാലും ആളായിട്ട് കൂട്ടത്തില്ല. അത് മരിച്ചയാള്. അത് മരിച്ചയാണ് ശരിക്കും മരിച്ചയാണ്. നമ്മൾ കൊന്നു കളഞ്ഞ ആളെ. നമ്മളെ വണ്ടി ഇത് വാറ്റ് മാമൻ. വാറ്റ് മാമൻ ഗോകു മാമൻ. ഇങ്ങനെ തമിഴായി നീ എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലൈവ് ബ്ലാസ്റ്റ്. എന്റെ കരിയറിലെ ഒരു റെഡ് മാർക്ക് അളിയാ. നിന്നെ കാണാമോ ഇവിടെയൊക്കെ? കാണാളിയാ നിക്ക് ഒരു മിനിറ്റ് സെറ്റ് ചെയ്തോട്ടെ. അളിയാ വെൽക്കം ടു എക്സലന്റ് സിറ്റി. മുകളിലോട്ട് നോക്കിയോ. ഇവിടെ തന്നെ വെൽക്കം. അല്ല നിനക്ക് വേണമെങ്കിൽ www.toshoesusa.com അതില് നിനക്ക് ഇപ്പം പെണ്ണൊന്നും ഇല്ലല്ലോ. അപ്പൊ നിനക്ക് വേണമെങ്കിൽ ലൈവ് ബ്ലാസ്റ്റിനുള്ള സൗകര്യം അതിനകത്തുണ്ടാവും. അല്ലയാ എനിക്ക് ഒരു ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് പോരാ. ചന്ദ്രന് അതിന്റെ മറ്റേ തമിഴ്നാട് സെർവർ ഉണ്ട്. അതിൽ നിന്നാണ് എന്താണ് ഏടി മൊത്തം വണ്ടി. மாசம் மாசம் காசு இல்லடா. எனக்கு காசு இருக்குடா. காசு இருக்கு. பணம் இருக்கு. பணம் பிரதாபம். பணம் பிரதாபம் அதுதான்டா சந்திர போஸே. இதுதான் காசு பணம் துட்டு மணி காசு. അളിതാ ഞാൻ ഒരു ആല് വെക്കട്ടെ. നിങ്ങൾ രണ്ടും മലയാളി പിന്നെ കൊച്ചങ്ങനെ തമിഴാളിയായത്. അളിയത് വലിയ കഥ. അളിയത് വലിയ കഥ. അളിയത് കൊറേ ഉണ്ട് പറയാനായിട്ട്. എന്താന്നറിയോ? ഇല്ല മലയാളം ഒന്ന് ലൈവ് ബ്ലാസ്റ്റ്.
അല്ലെ ലൈ എന്ന് പറഞ്ഞ എന്താണ്? ലൈറ്റ് എന്ന് പറഞ്ഞാ ലൈയാ ലൈറ്റ് അല്ല, ലൈ ലൈ കള്ള. ലൈ കള്ളം ബ്ലാസ്റ്റ് കള്ളം, കള്ള. അയ്യോ കള്ളവടി അയ്യോ ഇതൊക്കെയാണല്ലേ അപ്പൊ അങ്ങനെ അതിനൊക്കെ പങ്കില്ല ഓക്കെ അളിയ മുതുക്കിനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അളിയ. ദേ നിനക്ക് കാണാൻ പറ്റിയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടാ? അത് ലെഫ്റ്റിൽ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ടാ? ഇതെന്തിരിത് അത് ഞാൻ കൊണ്ടുപോയിട്ടാണ്. ടൈറ്റാനിക്കാ പോലീസ് വണ്ടി കിട്ടാ അളിയ പോലീസ് വണ്ടിക്ക് വിട്ടളിയാ. ഇപ്പൊ നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതേ പോലീസ് അന്വേഷിക്കാൻ വന്നേക്കണ അളിയ. അളി മിണ്ടാണ്ടിരിക്കണേ, ഞാൻ ഇപ്പൊ ഡീൽ ചെയ്ത് തരാം. ഒരു മിനിറ്റ്. ഈ ബോട്ട് താങ്കൾ ഓടിച്ചായിരുന്നോ? അല്ലല്ല സാറേ എന്നെ കണ്ട് തോന്നുന്നുണ്ടോ? ചന്ദ്രബോസ് സാറ് ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കംപ്ലൈന്റ് ആണ്. സാറേ എന്റെ ഫോൺ നോക്ക് സാറേ, ഞാനാ കോൾ വിളിച്ച പോലീസ് സ്റ്റേഷൻ. സാറേ ഇത് ഓടിച്ചത് ചന്ദ്രനല്ല, ഇതല്ല ചന്ദ്രൻ. അതാണ് സാറേ. ഈ ഷിപ്പ് ഓടിച്ചോണ്ട് ഈ മുച്ചിരിയാണെന്ന് കണ്ടവരുണ്ട്. സാറേ ഇതെല്ലാരും ഒരു ടീമാ അതാണ് ഒരു ടീം. അല്ല നീ എന്തിനാ ഇങ്ങനെ അള്ളാണെ ഈ അള്ളാണെ എന്നൊക്കെ വിളിച്ച് പറയേണ്ട കാര്യം എന്തിനാണ്? കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിനക്ക് പിന്നെ വോയിസ് ഇല്ല. സത്യം മാത്രല്ലേ കാണത്തുള്ളൂ. ആ നമ്മൾ ഇത്രയും പേര് കണ്ടതാ, നമ്മൾ ഇത്ര പേര് സാക്ഷിയാ നീ വണ്ടിയിൽ ഇറങ്ങി വരുന്നത്. പിന്നെ എന്താണ്? വെയിറ്റ് പോലീസ് എടുക്കട്ടെ ഫോണ്. ഞാൻ ഇപ്പൊ വിളിച്ചതിന്റെ തെരുവ് ചന്ദ്ര എന്നോട് കോൾ വിളിക്കാൻ വരുമ്പോ എന്റെ തലയിലിടും. ഹലോ സാറേ, ഹലോ എന്ത് സാറേ? സാറേ ഞാനാ വിളിച്ചേ നേരത്തെ ഷിപ്പ്. ദൈവം കൊണ്ട് ഇറക്കിയാ ഇട്ടതാ. ഒരേ മീശ രണ്ടുപേര്. പറയടാ, നീ പറയാമ്പത്തൂര്. നീ ആദ്യമായിട്ട് നീ വെച്ച നീ പറയാമ്പത്തൂര്. നിന്റെ മുട്ടാലോട്ട് നിന്റെ മുടി വരാൻ പല ആൾക്കാരല്ലടാ. ഞാൻ യുണീക്കാണ് അളിയാ. ഞാൻ യുണീക്കാണ് അളിയാ. യുണീക്ക് പറഞ്ഞത് 100 പേര് വേറെ മേഞ്ഞല്ലി നീ ഉണ്ടായി. അളിയാ ഒണ്ണാനൊള്ളി പീസാണ് അളിയാ. ഒണ്ണാനൊള്ളി പീസ്. ചന്ദനെ പോലെയുള്ള പുഷ്പയുണ്ട്. അവരൊന്ന് എക്സിസ്റ്റിംഗ് നിന്റെ ചുണ്ട് നീ പണിക്കോയി നിന്റെ ചുണ്ടങ്ങ് വളർന്നല്ലോ. എക്സിസ്റ്റിംഗ് അല്ല ആരും. നിന്റെ താടിയെല്ലാം അങ്ങ് വളർന്നല്ലോ. നിന്റെ അളിയാ നിന്റെ പണിയാണല്ലോ നീ. ഇപ്പൊ ലേറ്റ് നൈറ്റ് മാത്രമേ വരാറുള്ളൂ ചന്ദ്രൻ. അളിയ നിന്റെ കുണ്ടി വലുതായില്ല. നിന്റെ കുണ്ടി വലുതായില്ല. പണിക്കോയി താടിയെല്ലാം അതാ താടിയെല്ലാം വളർന്നു. പണിക്കോയേ പക്ഷെ നിന്റെ ബാക്കാണല്ലോ അളിയ വലുതായത് നീ പോട്ടെന്നപ്പോ. എന്തായിരുന്നു പരിപാടി? നമ്മള് കോംപ്രമൈസ് ചെയ്യുന്ന ആള്. നമുക്ക് കോംപ്രമൈസിൽ പോയാൽ നമുക്ക് ശരിയാ. കോംപ്രമൈസ് പോ. അതാണ് അല്ലേ ഞാൻ നിനക്ക് സിറ്റി വന്നാലോ നിനക്ക് ഇന്ന് നിനക്കൊരു സിറ്റുവേഷനിൽ ഇടപെടുന്ന ഒരു അവസരം ഉണ്ടോ? അവൻ നമ്മുടെ ഗ്യാങ്ങിലുള്ള ഭയങ്കര നാക്കാണ്. അവനാണ് ഈ ഷിപ്പ് ഓടിച്ചെന്നൊന്ന് വരുത്തി തീർത്താണെന്ന്. പോലീസ് ഉണ്ടാട്ടെ. എന്നെ കൊണ്ടോ പോലീസ് സ്റ്റേഷൻ കൊണ്ടോ? ആ നിന്നെ കൊണ്ടുപോ. നീ പറയണ്ട. അല്ല നീ ആര് VIP യാ? ആൾക്കാരുടെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോ ആൾക്കാരെ സാറേ എന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടോ? എല്ലാം പറഞ്ഞ എന്നെ കഫേ നിന്റെ കഫി അല്ല 50 രൂപ. 50 രൂപ സാക്ഷിയില്ലടാ. 50 രൂപ. അല്ലല്ല ഞങ്ങള് ദൃക്സാക്ഷിയാണ്. ഞങ്ങൾ വരാം. അല്ലല്ല ഞങ്ങൾ വരാം. ഉടുപ്പം കണ്ട് നീല പഴയ കള്ളനായാലും പോലീസുകാർക്ക് ഡിമാൻഡ് ഉള്ളൂ. അവന് ഡിമാൻഡ് സ്വന്തമായിട്ട് പോയി വണ്ടി തുറന്ന കേന്ദ്ര ഒരു കള്ളനാണ് അവൻ പോയിട്ട് സ്വന്തം അവനങ്ങ് ആ വണ്ടി കത്തി അടിച്ചു വന്ന് വിട്ടാലോ അവന്റെ സാറേ ഇറങ്ങി ഇപ്പൊ അയ്യോ നീ വണ്ടി എന്റെ സാറേ ഇപ്പൊ
എടാ എടാ ജൂടെ അവിടെ നിന്നിട്ട് പറ മറ്റേ ചന്ദ്രന്റെ മോനെ ആ ഷിപ്പോസ് ഇടിച്ചു വന്ന് അതുകൊണ്ടാണ് ചന്ദ്രനെ പകരം വീട്ടിയെന്ന് പറ പോലീസിന്റെ അടുത്ത് പറയാ വെട്ടു തോൽക്കോ ഭാരത് മാതാക്കി ചെയ്ത ഒരു വെടി ഡ്രസ് പറഞ്ഞ ഇനി പോയാ പിടിച്ച് ഡ്രസ്സും ആരാ പണ്ട് ചവിട്ടി ഇറച്ചത് ജൂഡിനാണാ എവിടെയായിരുന്നു ഡ്രസ് ഷോപ്പ് എനിക്ക് ഇതൊന്നും കാണാം നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം ഒരു മിനിറ്റ് തൊട്ടടുത്ത ഡ്രസ് മാറാൻ വണ്ടി അറിയാം നടന്നല്ലോ നിന്നെ കണ്ടറിയോ ഞാൻ എന്നെ ഇറക്കി വിട്ടെന്ന് പറയാം പിടിച്ചു മാറ്റി എടാ പിടി വാ ചൂടെ തടച്ചിട്ടേക്ക് വന്നിട്ട് ആ ഇല്ല തുറന്നു ഇവിടെ ഇരുന്ന് ആരെയും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഇതേത് സ്ഥലം സെല്ല് താഴെയാ സെല്ല് താഴോട്ട് എങ്ങനെ പോകും ഇത് താഴോട്ട് എങ്ങനെയാണ് പോകുന്നറിയാവോ ഇവിടെ സെല്ലോട്ട് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ ലിഫ്റ്റ് വഴി പോകാൻ പറ്റൂല അടിയില് തുറക്കാൻ പറ്റൂ അമ്പത്തൂർ ഇങ്ങനെ പറയാ ചന്ദ്രൻ ആളെ മോനെ കൊന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ പകരം വിട്ടിന്ന് പറഞ്ഞാൽ ഇല്ല താഴോട്ട് പോവുക താഴെ പാർക്കിംഗ് അവിടെ സെല്ല് ഇതിന്റെ അകത്ത് സേവ് ആയിട്ടാണല്ലോ സെല്ലിൽ പോകുന്ന ഇവര് ഇല്ല വണ്ടി ഉണ്ട് അതേ വണ്ടി ഒരുപാട് വണ്ടി എല്ലാം ലോക്ക എങ്ങനെ പുറത്തുണ്ടോ വലിയ കേസാവും പിന്നെ വലിയ പ്രശ്നം ലോക്കാണല്ലോ ഇപ്പൊ ഇതിന്റെ അകത്ത് കാണും വന്ന വഴി തിരിച്ചു പോകാം അപ്ഡേറ്റ് മാറ്റണ്ണനെ ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് ഊമ്പാന്ന് എടുത്തിട്ട് പോയി അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒരു പെണ്ണ് കണ്ണി കണ്ട് ഊമാര് സംസാരിക്കില്ലെന്ന് പറയുമ്പോ പാറ്റണ്ണി ഇടിച്ചോണ്ടിരിക്കുന്നവിടെ അവളാരും അവളെ അടിച്ചു കൊല്ലണല്ല വാറ്റിനെ പറഞ്ഞവളെ അവളെവിടെ ആരവള് അമ്പത്തൂര് ആരവള് അയ്യോ അന്നേരം ഓഫീസർ പുറത്ത് പാർക്ക് ചെയ്യണ്ട പീഡിയുടെ ഗാരേജിലേക്ക് വരെ സാറേ അമ്പത്തൂരിനെ വിളിപ്പിച്ചു സാറേ സ്റ്റേറ്റ്മെന്റ് വരാൻ വേണ്ടിട്ട് പോലീസിന്റെ അടുത്ത് പറ ചന്ദ്രൻ വെടിച്ചു വന്നത് മറ്റേ കൊച്ചിന്റെ കേസാണെന്ന് പറ കപ്പൽ ചിടിച്ചു വന്നതന്നെ സാറേ അവിടെ വെച്ച് മുച്ചിരിയുടെ ആരാ നിങ്ങൾ മുച്ചിരിയുടെ ആരാ
സാറേ നമ്മളാരുമല്ല സാറേ, പക്ഷേ ഇല്ലേ സാറേ അവിടെ വെച്ച് ഒരാളെ കൊന്നില്ലേ സാറേ, അത് ചന്ദ്രന്റെ മോനെ കൊന്നായിരുന്നു, ബോട്ട് വെച്ച് കേറ്റിട്ട് ഈ പറയുന്ന മുച്ചിരി. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചന്ദ്രനെ കൊന്നത്. അതെ, ഞങ്ങൾ എൻക്വയറി ചെയ്യട്ടെ, എന്നിട്ട് ഇത് അറിയിക്കാം. ഇത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞേ. സാറേ സാവേജ്, ജൂഡ്, പിന്നെ ജൂഡ്. ഓക്കെ, നിങ്ങളെ ഫേസ് ഒന്ന് റിവീൽ ചെയ്തേ. ഓക്കെ സാറേ. സാറേ ഓക്കെ സാറേ, നമ്മളൊന്ന് പോട്ടെ സാറേ. ഈ മുച്ചിരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? സെല്ലിലാണോ? എന്റെ കൂടെ പോരാ. സാറേ കാണാൻ പറ്റും. ഇല്ല സാറേ ഞങ്ങൾ ഇന്ററോഗേറ്റ് ചെയ്യട്ടെ. ഇല്ല സാർ, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി സാറേ. ഞങ്ങൾ അറിയിക്കാം അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ നമ്മള് സംസാരിക്കണ്ട ജസ്റ്റ് ഒന്ന് കാണാം സാറേ. താഴെ സെല്ലിലുണ്ട് ആള്, സെല്ലിന്റെ അവിടെയുള്ള ഇന്ററോഗേഷൻ റൂമിൽ എത്തിയിട്ടുണ്ട്. ആൾക്ക് വെള്ളം ഇതെല്ലാം കാര്യങ്ങളും റെഡിയാണ് അവിടെ. സാറ് ചെന്നിട്ട് ഇത് കൊടുത്താൽ മതി, CPR കാര്യങ്ങളും കൊടുത്താൽ മതി. സാറ് ഒന്ന് കണ്ട ഐ കോപ്പി എവിടെ? ഓക്കെ സാറേ. നിങ്ങളല്ല, സാവേജും ചൂടും പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ വന്നൊന്നില്ല സാറേ. നമ്മ വരാം സാറേ, കുഴപ്പമില്ല, കാണാം. നമുക്ക് സാറേ ഞങ്ങളുടെ പ്രോട്ടോകോൾ ഉണ്ട് സാർ, മനസ്സിലാക്കുക. ഞങ്ങളുടെ പ്രോട്ടോകോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ ആണെന്ന് തന്നെ വരാം. അഡ്വക്കേറ്റ് ലൈസൻസ് ഉള്ള ഇതല്ല സാറേ, ഞങ്ങളുടെ നിയമം അങ്ങനെയാണ്. ഞങ്ങൾ നിയമം വെച്ച് ചെയ്യേണ്ട ആൾക്കാരല്ലേ. ഞങ്ങൾ അത് ചെയ്യാണ്ടിരുന്ന അവന് നമ്മള് കാണണ്ട, നമ്മള് കണ്ടാ മതി. സാറേ വയസ്സായ ആളാ, ഒരു ഓഫീസർ മേലോട്ട് വന്നേ. പ്രായമൊക്കെ ഉള്ള ആളാ സാറേ നമ്മളെ കൂടെ. അപ്പൂപ്പനാണേ എന്തായാലും ഞങ്ങൾ സംസാരിക്കാൻ വരാം, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. ഓക്കെ സാർ. ഓക്കെ, എന്തായാലും ഈ എക്സാമിന്റെ വരും. അനുയായി എന്ന് പറഞ്ഞെങ്കിൽ പോയാ മതിയായിരുന്നു കേട്ടോ. ഇല്ല പിടിച്ചകത്തിട്ട് നമ്മളെ എന്താ എന്താ പിന്നെ എന്താ എന്താ ഒരു പീടി വരുന്നുണ്ട്. സാറേ ഈ പിടിച്ചിരിക്കുന്ന മുച്ചിരിയുടെ അനിയൻ വരും, നമുക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നു സാറേ. സാറേ ഇപ്പൊ കാണാൻ പറ്റും ആളോട് നമുക്ക് സാറേ സംസാരിക്കണ്ട സാർ, ഒന്ന് കണ്ടാ മതി. അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു ഇതാണ് സാറേ. നമുക്കപ്പോ കാല് വയ്യ സാറേ, വയസ്സായ ആളാണ് സാറേ. സാറേ അധികം വെയിറ്റ് ചെയ്യാൻ വയ്യ സാറേ. സാറേ മുച്ചിരി ഒന്ന് കണ്ടാ മതി സാറേ. മുച്ചിരി എന്ന് പറയുന്ന ഒരു കൊലക്കാരനെ ഇവിടെ പിടിച്ചോണ്ട് വന്നില്ല സാറേ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ മൂന്നുപേരെന്താ ഇവിടെ? നിങ്ങളുടെ അടുത്ത് കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാം. നിങ്ങൾ മേളിലെ വെയിറ്റ് ചെയ്യുന്നതാണ്. പ്രോട്ടോകോളും കാര്യങ്ങളും നിങ്ങൾക്ക് ബാധകമല്ലാന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാം. താഴെ പോയിട്ട് ആളുടെ അടുത്ത് ഒരു പീഡി ഇവിടെ എങ്ങനെ വഴി അറിയാതെ എങ്ങനെ ഒരു പീഡി വരുന്ന കണ്ട് സാറേ. അങ്ങനെ വന്ന ലിഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ലിഫ്റ്റില്ല സാറേ, അതുവഴി. സാറേ ഇവിടെ താഴെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വെക്കുന്ന കസ്റ്റഡിയിലുള്ള ആൾക്കാരുണ്ട്. അവര് പ്രിസൺ എസ്കേപ്പ് ആന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നാൽ ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യും. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ പോഞ്ഞാട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഉണ്ട് സാറേ, ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വരാന്ന്. അതിനുള്ള സാവകാശം പോലും നിങ്ങൾ
സാറേ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൃത്യമായിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരുത്തി ഞാൻ വരാൻ പറഞ്ഞു. ആരും ഇല്ല സാറേ അവിടെ ഒരു പി ഡി ഓഫീസർ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിന്നാ മതി. ഒരാൾ പറഞ്ഞു നമ്മളോട് ഇങ്ങോട്ട് താഴത്തോട്ട് വരാൻ സാറേ. ഏത് സാറാ പറഞ്ഞേ? ഏത് ഓഫീസർ ഏത് സാറാ പറഞ്ഞേ? യൂണിഫോം ഏതെങ്കിലും പറ. ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ സാറേ. നമ്മുടെ യൂണിറ്റ് സാറേ മുച്ചിരി ഉണ്ടോ സാറേ ഇവിടെ? ഇനി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സാറേ വയ്യാത്ത ആളാ സാറേ, പാവം. നിങ്ങള് ഗ്രാൻഡ് പാരന്റോ ആരായിക്കോട്ടെ, ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ് ആളിരിക്കുന്നത്. ഞങ്ങൾ അയാളായിട്ട് കൃത്യമായിട്ട് ചോദിക്കട്ടെ, ആൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്നാ നിങ്ങൾ എല്ലാവരുടെയും ചേർത്ത് ഇരുത്തി നമുക്ക് സംസാരിക്കാനുള്ളതല്ലല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞു. എന്റെ കൂടെ പുറത്തേക്ക് വരെ ആള് ഞങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിലല്ലേ ഉത്തരവാദിത്വം. ആള് ഞങ്ങളുടെ കയ്യിലാകുമ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അത് സാറേ നമുക്കൊരു ഇതുണ്ടാവല്ലോ സാറേ. നിങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സാറേ ആള് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം. എന്താ അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസുകാരുടെ അടുത്തല്ലേ ആ വ്യക്തി ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി സാറേ. ഞങ്ങൾ ആളെ എന്ത് ചെയ്യാനാണ്? ചോദ്യം ചോദിക്കാനല്ലേ കൊണ്ടുവന്നത്. എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? ആള് അവിടെ ബോധം കെട്ട് കിടക്കായിരുന്നില്ലേ? ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് ചിന്തിച്ച് ജയിക്കും. കാക്കിയാണ് കാവൽ സാർ. കാക്കിയാണ് കാവൽ. എവിടെ ഇനി അവിടെ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞ് തുപ്പിച്ച് എന്താ അവിടെ എന്തോ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നുന്നു കേട്ടാ. വീടിയുടെ സംസാരമൊക്കെ മാറി.